പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. കേക്കിന് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെയുള്ള ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. കേക്കിന് ഇതേപോലെ സൈഡിലും മേളിലായിട്ട് ഫ്ലവേഴ്സ് കൊടുക്കാനായിരുന്നു. പിന്നെ ബേസിൽ പേര് ഫോണ്ടൻറ്റിൽ എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ഓരോ ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അടുത്തത് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ 1 kg. അപ്പോൾ നേരത്തെ കാണിച്ച ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും നമ്മൾ 6 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കൊരു ടോം ആൻഡ് ജെറിയുടെ തീമിൽ ഡിസൈൻ ചെയ്യാനായിട്ട് കസ്റ്റമർ ഓൾറെഡി നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ക്രീമിൽ നമ്മൾ യെല്ലോ കളറൊക്കെ ആഡ് ചെയ്തിട്ട് കേക്ക് മൊത്തമായിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൽ ഡെക്കറേഷനായിട്ട് നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക്സും അതേപോലെ തന്നെ സ്റ്റിക്കറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കേക്കിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കേക്കുകളുടെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കും ക്യാരറ്റ് കേക്കിൻ്റെയൊക്കെ അതിൽ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മൾ എന്തായാലും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് പ്ലം കേക്കിൻ്റെയും ക്യാരറ്റ് കേക്കിൻ്റെയും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റേറ്റും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പറയാതിരുന്നത്. അപ്പോൾ അതേ നമ്മളുടെ കേക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കറൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്ത് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ടോം ആൻഡ് ജെറിയുടെ കേക്ക് ആയത് കാരണം നമ്മൾ ആ ഒരു ചീസിന് ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റ് ജസ്റ്റ് നമ്മളൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മുടെ നോസിൽ വെച്ചിട്ട് പല ഷേപ്പിലുള്ള നോസിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയത്. പിന്നെ കട്ട് ചെയ്ത ബാലൻസ് പോർഷൻസ് നമ്മൾ ഇതേപോലെ സൈഡിൽ വെച്ചെടുക്കുന്നുണ്ട്. കേക്ക് റെഫറൻസ് തന്നതിലും അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഫോണ്ടൻറ്റിൽ പേരൊക്കെ എഴുതിയിട്ട് ദേ ബേസിൽ വെച്ചു. എന്നിട്ട് മുകളിലൊരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കറും കൂടി വെച്ചിട്ടോ. അപ്പോൾ ഈ ഒരു ഫോക്സ് ബോൾസ് കൂടി വെക്കാനുണ്ടായിരുന്നു. ഫോക്സ് ബോൾസ് റെഫറൻസ് തന്നതിൽ യെല്ലോ കളറായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കസ്റ്റമറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. ആ ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഗോൾഡ് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗോൾഡ് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഗോൾഡൻ ഫോക്സ് ബോൾസ് ഒക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടോ. ഈ ഒരു സെയിം ഡിസൈൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെയും നമുക്കൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു. അത് 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ അതും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ട് നമുക്ക് രാത്രിയാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ വർക്കിന് വേണ്ട സ്പഞ്ച് എല്ലാം റെഡിയായി കേക്ക് വെച്ചതിന് ശേഷമാണ് ഈ ഒരു വർക്ക് വന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി ചെയ്യാനായിട്ട്. അപ്പോൾ അതും ഒന്ന് ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചു. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിട്ടോ. ഇതും 1 kg വെയിറ്റ് ആയിരുന്നു. ഞാൻ 7 ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഹൈറ്റ് കൂടിയ ടൈപ്പ് വേണമെന്ന് പറഞ്ഞാലും പിന്നെ 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തു. 8 ഇഞ്ചിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പരന്ന് വീതിയിൽ കിട്ടും. എന്നിട്ട് ഇതേ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് മേളിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയത് കാരണം ഒത്തിരി തിക്കായിട്ടൊന്നും ഈ ഒരു ഗനാഷ് കൊടുക്കുന്നില്ല, ലൈറ്റായിട്ടൊരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ടിയിലും തിക്കായിട്ട് മേളിൽ കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നോസിൽ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനും കൊടുത്തിട്ടോ. പിന്നെ അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഷുഗർ ബീഡ്സും കൂടി ഇട്ടിട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ പോയപ്പോൾ റൗണ്ട് ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് ഓൾറെഡി ഉള്ളത് കാരണം നീളത്തിലുള്ള ടൈപ്പ് ഷുഗർ ബീഡ്സ് ആണ് വാങ്ങിച്ചത്. എന്നിട്ട് അതൊക്കെ വെച്ച് നമ്മൾ പേരൊക്കെ എഴുതി ഒന്ന് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ അടുത്തത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ തന്നെ ബേക്ക് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഹൈറ്റ് കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫില്ലിങ്ങിൽ ഒരുപാട് ക്രീം വേണ്ട എന്നുള്ളത്. അപ്പോൾ കേക്ക് ഡാനിക്കുട്ടൻ്റെ മിസ്സിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ പിങ്ക് ഷെയ്ഡാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് പാടില്ലാത്തതൊക്കെ കാരണം ക്രീം കുറച്ച് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ കാരണമാണ് നമുക്ക് ഈ ഒരു ഹൈറ്റ് കുറച്ച് കുറവ് തോന്നുന്നത്. 6 ഇഞ്ചിൻ്റെയിലാവുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവും നമ്മുടെ കേക്കിന്. അപ്പോൾ ഇത് കുറച്ച് ക്രീം കുറവ് ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹൈറ്റിൽ കിട്ടിയത് കേട്ടോ. അങ്ങനെ കേക്കൊന്ന് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു പിങ്ക് ഷെയ്ഡും കൂടി കൊടുക്കട്ടോ. കാരണം ഡ്രസ്സിൻ്റെ കളറ് പിങ്ക് ആയത് കാരണം ഒരു പിങ്ക് കളറും കൂടി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഡ്രോപ്പ് പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ സ്ക്രാപ്പർ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഓൾറെഡി ഒരു റെഫറൻസ് ചെറുത് തന്നിട്ടുണ്ടായിരുന്നു.
കുറച്ച് നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ ഫോക്സ് ബോൾസൊക്കെ വെച്ചിട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ച കുറച്ച് പിങ്ക് ഫ്ലവേഴ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈയുടെ പ്രിൻ്റൊക്കെ എടുത്തതുണ്ടായിരുന്നു. അതും കൂടിയൊക്കെ വെച്ച് നമ്മൾ ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടോ. അങ്ങനെ നമ്മളുടെ 3 കേക്കും ഫിനിഷ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡെലിവറി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയായിരുന്നു. വീട്ടിൽ ആരെങ്കിലും ബർത്ത്ഡേക്ക് വരുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഫ്ലേവറൊക്കെ പരീക്ഷിക്കണമെന്ന് വിചാരിച്ചാലും നടക്കൂല. അന്നത്തെ ദിവസം എല്ലാ ഓർഡേഴ്സും കൂടി ഒരുമിച്ച് വന്ന ദിവസമായിരിക്കും. അപ്പോൾ അത് കാരണം ഇതേപോലെ വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പിള്ളേർക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ഇത്തിരി വലുതായത് കാരണം ഞാൻ കേക്കും കൂടി ഉണ്ടാക്കുന്നത് കാരണം പപ്പയുടെ ബർത്ത്ഡേയും അല്ലെങ്കിൽ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ വരുമ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേക്ക് ഉണ്ടാക്കുന്നില്ലെന്ന്. അപ്പോൾ അവർക്കും കൂടി ഒരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് കരുതി കേക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സ്പൈഡർമാൻ്റെ തീമിലുള്ള കേക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്തിട്ട് കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വെബ് ഡിസൈനാണ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ മേളിൽ ആ ഒരു വെബിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് താഴെ കുറച്ച് നോസിൽ വെച്ചിട്ടുള്ളൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടോ. അപ്പോൾ ഇനി ഈ കേക്കിൻ്റെ മേളിൽ നമ്മളുടെ ഈ ഒരു സ്പൈഡർമാൻ്റെ ടോയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വ്ളോഗും വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.